What do you mean by critical thinking? എന്താണ് ഉദ്ദേശിക്കുന്നത്? That is our topic. Then what do you mean by critical thinking? Or I just call it as a think out of the box. What do you mean by think out of the box? Anybody? Anyone? Please, could you please put it in the chat? Or so I got an Alin Joseph, right? So I got one comment. It's an analysis of a fact to form a judgment. ഈ മൊബൈൽ ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണെന്നുള്ള അപ്പൊ ഗൂഗിളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു ഡെഫിനിഷൻ കിട്ടും. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താണോ അലിൻ? ഐ ഡോണ്ട് നോ. എനിവേ ഗുഡ്. ദെൻ എനി അതർ കമന്റ്സ്? ബാക്കിയുള്ളവർ അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്? എനി ഐഡിയ? This is our topic, think out of the box. Actually, it's an experience. Okay, so നമ്മൾ മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് തിങ്കിങ് എന്നുള്ളതാണ്. ബിക്കോസ് വി ക്യാൻ ഐ ഗോട്ട് ആൻ അനദർ കമന്റ്സ് ഫ്രം അലീന റോയ്. ഓക്കെ ഗുഡ്. സോ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ തിങ്കിങ് ആണ്. ഓരോ ടൈമും നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുന്ന ഏതൊരു വർക്ക് ചെയ്യുന്ന സമയത്തും വി ആർ തിങ്കിങ്, ഓൾവേസ് തിങ്കിങ് അല്ലെ? നമ്മളിപ്പോൾ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന സമയത്തും തിങ്കിങ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും വി ആർ തിങ്കിങ്, റൈറ്റ്? സോ ഇറ്റ്സ് എ നോർമൽ, ഒരു ഹ്യൂമന്റെ നോർമൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറാണ് തിങ്കിങ് എന്ന് പറയുന്നത്. ഈവൻ നിങ്ങൾ ബാത്റൂമിൽ കുളിക്കുന്ന സമയത്താണെങ്കിലും ഏറ്റവും കൂടുതൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഈവൻ നിങ്ങൾ ലിഫ്റ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ശരിക്കും സയന്റിസ്റ്റിന്റെ ഇതനുസരിച്ച്, സൈക്കോളജിസ്റ്റിന്റെ ഇതനുസരിച്ച് ബാത്റൂമിലും ലിഫ്റ്റിലും നിൽക്കുന്ന സമയത്താണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള തിങ്കിങ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഒരു സ്റ്റഡി പറയുന്നത്. സോ അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള തിങ്കിങ് കിട്ടുന്ന വേറൊരു സ്ഥലമില്ല എന്നാണ് പറയുന്നത്. സോ ഏത് സമയത്തും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. സോ എപ്പോഴാണോ നമ്മുടെ തിങ്കിങ് ഇൻ എ ഗുഡ് വേ ആയി പോകുന്നത്, അല്ലെങ്കിൽ നല്ലൊരു രീതിയിലേക്ക് ഡിഫറൻസ് വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് നല്ലൊരു തിങ്കിങ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യാൻ പറ്റുന്നത്, സോ വി വിൽ ഗെറ്റ് എ ഗുഡ് ഇന്നോവേഷൻസ്. അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു വർക്കിന്റെ അകത്തും വി വിൽ ഗെറ്റ് എ ഗുഡ് ഇന്നോവേഷൻസ് ആൻഡ് നല്ല ഔട്ട്പുട്ട് കിട്ടും. സോ ബിഫോർ എൻറ്ററിങ് ടു മൈ ടോപ്പിക്, ഐ ജസ്റ്റ് വാണ്ട് ടു ഗീവ് വൺ പസിൽ. നിങ്ങൾ പലരും കണ്ടിട്ടുള്ള പസിലായിരിക്കും. So this is the puzzle. I think everyone can see that. എല്ലാവരും കാണാൻ പറ്റുന്നില്ലേ? I think so. Here we have even here we have 9 points. You have to join all the 9 points with a straight line, but one condition, without lifting your writing instrument. I think നിങ്ങൾ പലരും ഈ പസിൽ കണ്ടിട്ടുള്ളവരാണ് അല്ലെ? ഞാൻ ശരിക്കുള്ള ലൈവ് ക്ലാസ്സിലായിരുന്നെങ്കിൽ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ ഈ ഒരു ഉത്തരത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇറ്റ്സ് ജസ്റ്റ് എ പസിൽ. യു ഹാവ് എ 9 points. ഹലോ ഐ തിങ്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എനിക്ക് എടുക്കുന്ന ന്യൂസ് വന്നു. സോ ഹിയർ വി ഹാവ് എ 9 points. യു ഹാവ് ടു ജോയിൻ ഓൾ ദ 9 points വിത്ത് എ സ്ട്രേറ്റ് ലൈൻ, ബട്ട് വൺ കണ്ടീഷൻ, വിത്തൗട്ട് ലിഫ്റ്റിംഗ് യുവർ റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഇപ്പൊ നിങ്ങൾ പെന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? ട്രൈ ചെയ്ത് ഉത്തരം കിട്ടിയവർക്ക് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല. യു ഹാവ് എ 9 points. യു ഹാവ് ടു ജോയിൻ ഓൾ ദ 9 points വിത്ത് എ റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, without lifting your writing instrument. Just ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? If you get the answer, just comment it or you can raise a hand. No problem. ആരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? നിങ്ങളിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല, മിക്കവാറും വീട്ടിലായിരിക്കും. ജസ്റ്റ് ഒരു പേന വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? You have 9 points. You have to join all the 9 points with a straight line, without lifting your writing instrument. Okay. എനിവൺ? ആർക്കും കിട്ടിയില്ല? ഇത് നിങ്ങളുടെ പണ്ട് ബാലരമയിലൊക്കെ വരുന്ന സാധാ പസിലാണ്. ആർക്കും കിട്ടിയില്ല?
എനിക്ക് കിട്ടിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യായിരുന്നു. ഹലോ, ഈവൻ കിട്ടിയില്ല എങ്കിൽ പോലും ഒന്ന് കമന്റ് ചെയ്യാമോ? ജസ്റ്റ് നിങ്ങളുടെ റെസ്പോൺസ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. നമ്മളൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ റെസ്പോൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈവൻ കിട്ടിയില്ല എങ്കിൽ പോലും ജസ്റ്റ് ഒരു നോ എന്നുള്ളൊരു കമന്റെങ്കിലും ഇടുക പ്ലീസ്. കിട്ടിയില്ല, 9 പോയിന്റ് ഉണ്ട്. ഐ തിങ്ക് അലീന got the answer. Yeah, Emmanuel got the answer. Good. Just ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മതി. I think. Okay, good. Ankita, good. Okay, so just a simple puzzle. You have 9 points. You have to join all the 9 points without lifting your writing instrument. So anyway, I'll have the answer. I'll show the answer. I think this is my answer. I think Emmanuel, have you got the same answer? Emmanuel, have you got the same answer? No. Then I don't know what type of which sign you got. I don't know. Maybe S shape ആയിരിക്കും ചിലപ്പോൾ ചിലവർക്ക് കിട്ടിയത്. It's just an arrow. I don't know. Maybe കറക്റ്റ് ആയിരിക്കും. ഞാൻ ഈ ഒരു പസിൽ വിടാനുള്ള റീസൺ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് യു വിൽ ഹാവ് എ സെയിം ക്വസ്റ്റ്യൻ അല്ലേ? ഇമ്മാനുവലിന്റെ ആ ഉത്തരം മേ ബി കറക്റ്റ് ആയിരിക്കാം. സെയിം ദർ വിൽ ബി എ ഡിഫറെന്റ് ആൻസർ. പലർക്കും പല ഉത്തരമാണ്. ഈവൻ നിങ്ങൾ ഈ ഒരു എസ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എൻ എസ് ഓർ വി ക്യാൻ കണക്ട് ഇറ്റ് ലൈക്ക് എ ജി. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് മൗസ് പോയിന്റർ കാണാമെന്ന് വിചാരിക്കുന്നു. വി ക്യാൻ കണക്ട് ഇറ്റ് ആസ് എ ജി ഓർ ഈവൻ ലിറ്റർ ഡിഫറെന്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് വരെ നിങ്ങൾക്ക് ഇതിൻ്റെ അത് കിട്ടാം. ഇറ്റ്സ് ജസ്റ്റ് എ സിമ്പിൾ എന്താ പറയുന്ന ലോജിക്കാണ്. യു ഹാവ് ടു കണക്ട് ഓൾ ദ 9 പോയിന്റ്സ് വിത്തൗട്ട് ലിഫ്റ്റിംഗ് യുവർ റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ശരിയല്ലേ? അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡിങ് പോയിന്റ് വരെ without lifting, right? So and that straight line connect all the 9 points. Correct അല്ലേ അത്? സോ ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിഫോർ എൻ്ററിങ് ടു മൈ ടോപ്പിക്, ഞാൻ നിങ്ങൾക്ക് തന്ന പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു പസിൽ എന്നുള്ള ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ പ്രോബ്ലം ആണ് അല്ലെ? ആ ഒരു പ്രോബ്ലം തന്നു. ആ പ്രോബ്ലത്തിന്റെ ഉത്തരം ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. ഐ തിങ്ക് ഇമ്മാനുവലിന് ഒരു ഉത്തരമായിരിക്കും കിട്ടിയത്, ചിലപ്പോൾ അനൂപിന് ഡിഫറെന്റ് ഉത്തരമായിരിക്കും കിട്ടിയിരിക്കുന്നത് അല്ലെ? സോ ഓരോരുത്തർ അല്ലെങ്കിൽ അലീനയ്ക്ക് സെയിം ഡിഫറെന്റ് ഉത്തരമായിരിക്കും കിട്ടിയിരിക്കുന്നത്. സോ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഉത്തരമാണ് കിട്ടിയിരിക്കുന്നത്. ആ ഓരോ ഉത്തരവും ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ് നമ്മുടെ തിങ്കിങ് പ്രോസസ്. ഓക്കെ, അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ഉത്തരം ആർക്കാണോ കിട്ടുന്നത്, ഹി വിൽ ബി ദ വിന്നർ. അല്ലെങ്കിൽ അവരായിരിക്കും ഈ ഒരു എന്താ പറയുന്നത് നമ്മുടെ സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവരാണ് ഓരോരുത്തരും. ഈവൻ ഒന്നുമില്ല, ഇപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് എലോൺ മസ്കിന്റെ ഹലോ ഐ തിങ്ക് ഓക്കെ, ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എലോൺ മസ്കിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം ഹൈപ്പർലോപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലെ? അത് അദ്ദേഹം നോർമൽ ചിന്തിക്കുന്നതിനേക്കാൾ ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്തതിന്റെ ഒരു ഔട്ട്പുട്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഈ ഇടയ്ക്ക് ഇപ്പോൾ ചെയ്തൊരു കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റോക്കറ്റ് ലോഞ്ച് ചെയ്തു, ആ റോക്കറ്റ് തിരിച്ച് ഭൂമിയിലേക്ക് വരുന്ന കൺസെപ്റ്റ്. ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്കിങ് അല്ലെ? അങ്ങനെ ആരാണോ ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത്, ഹി വിൽ വിൻ ദ വേൾഡ്. ഓക്കെ, സോ അങ്ങനെ തിങ്ക് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് ആണ് എൻ്റെ ഈ ഒരു ക്ലാസ്സിന് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ദ സെയിം പസിൽ, പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയുന്നത് ഒരു കണ്ടീഷൻ വെക്കുവാണ്. വിത്ത് ദ 4 സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. യു ഹാവ് the same 9 points. You have to join all the 9 points, but one condition, you have to use only maximum 4 straight line. Can you do this puzzle? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ ആരെങ്കിലും? ഉത്തരം കിട്ടിയവർക്ക് you can raise your hand or you can put it in the chat. Okay, please. ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? ജസ്റ്റ് ഒരു പേന, നിങ്ങളുടെ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒരു പേന എടുക്കുക. ഓക്കെ, ഐ തിങ്ക് അനൂപ് ഗോട്ട് ദ ആൻസർ. ദെൻ വേറെ ആർക്കെങ്കിലും? Yeah, I think Matthews also got the answer.
മോൾ കുറെ പേർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഐ ഡോണ്ട് നോ നിങ്ങളുടെ ഉത്തരം എങ്ങനെയാണ്. യാ വളരെ സന്തോഷം തോന്നിയ കാര്യം അനൂപ് അത് എന്താ പറയുന്നത്, ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അനൂപ് എനിക്ക് ആ ചെയ്ത ഫോട്ടോ എനിക്ക് എടുത്ത് അയച്ചിരുന്നു. യാ അനൂപിന്റെ ഉത്തരം ഞാൻ കണ്ടു. ഗുഡ്. ദെൻ ഐ തിങ്ക് അലിൻ ജോസഫ് ഓൾസോ ഗോട്ട് ദ ആൻസർ. ഐ തിങ്ക് കുറെ പേർക്ക് ഉത്തരം കിട്ടി അല്ലെ? കുറെ പേരെങ്കിലും ട്രൈ ചെയ്ത് നോക്കി. കുറെ പേർക്ക് ഉത്തരം കിട്ടി. എനിക്കറിയില്ല നിങ്ങളുടെ ഉത്തരം. ഞാനിപ്പോ ഇമ്മാനുവലിന്റെ ഉത്തരം വെച്ച് പറയുവാണ്. ഐ തിങ്ക് ഇമ്മാനുവൽ ആ ഉത്തരം ചെയ്ത്, ഇമ്മാനുവൽ നേരത്തെ ഈ പസിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഇമ്മാനുവൽ യാ ഇമ്മാനുവൽ ഓൾറെഡി ഈ ഒരു പസിൽ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതിന്റെ ഉത്തരം കാണിക്കാം. സോ ദിസ് ഇസ് ആൻസർ. ഓക്കെ, സോ ദിസ് ഇസ് ആൻസർ. ഐ തിങ്ക് എല്ലാവർക്കും കിട്ടിയത് സെയിം ആൻസർ ആണോ? ഐ തിങ്ക് ഇമ്മാനുവലിന് കിട്ടിയത് സെയിം ആൻസർ ആണ്. എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു. ദെൻ വാട്ട് അബൌട്ട് അലിൻ? വേറെ കുറച്ച് പേര്, അങ്കിത, രഹനമോൾ, മാത്യു, ഇവർക്കൊക്കെ സെയിം ഉത്തരമാണോ കിട്ടിയത്? ഹാവ് യു ഗോട്ട് ദ സെയിം ആൻസർ? യാ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ സെയിം ആൻസർ ആണ് കിട്ടിയത്. എപ്പോഴാണ് നമുക്ക് ഈ ആൻസർ കിട്ടിയത്? നമ്മൾ എപ്പോഴാണോ ഈ ഒരു ബോക്സ്, ഇറ്റ്സ് എ സ്ക്വയർ ലൈക്ക് ബോക്സ്, എപ്പോഴാണ് നമുക്ക് ഈ ബോക്സിന് വെളിയിൽ ഇറങ്ങി ചിന്തിക്കാൻ പറ്റിയത്, അന്നേരമാണ് ഉത്തരം കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 50 പാർട്ടിസിപ്പൻസ് ഉണ്ട് നമുക്ക്. ഈ 50 പാർട്ടിസിപ്പൻസിന്റെ അകത്ത് only few of them got the answer, right? അല്ലെ? കുറച്ച് പേർക്ക് ഉത്തരം കിട്ടിയുള്ളൂ. നിങ്ങൾ ആ ഉത്തരം കിട്ടാത്തവരുടെ കാര്യം ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ പലരും എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബോക്സ് അല്ലെങ്കിൽ ഈ ഒരു ലൈൻ ജോയിൻ ചെയ്യാൻ നേരത്ത് നമ്മൾ എന്താ ചെയ്തത്, ഈ ഒരു ബോക്സിന്റെ സറൗണ്ടിങ്സിൽ മാത്രം നിങ്ങൾ ബോക്സ് വരയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു അല്ലെ? എപ്പോഴാണോ നമുക്ക് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് പോയത്, only that time we got the answer. അപ്പോൾ നമുക്ക് എപ്പോഴാണോ നമ്മുടെ ചിന്തകൾ ഇതേപോലെ ആ ഒരു ബോക്സിന്റെ വെളിയിലേക്ക് ഇറങ്ങി ചിന്തിക്കാൻ പറ്റുന്നത്, ആ സമയത്ത് നമുക്ക് ഉത്തരങ്ങൾ കിട്ടും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് there is always a better option ഉണ്ട് എന്നുള്ള രീതിയിൽ വേണം എന്ത് കാര്യം ചിന്തിക്കാൻ വേണ്ടി. ഓക്കെ, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ഈ ഔട്ട് ഓഫ് ദ ബോക്സ് എന്നുള്ള പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു പ്രോബ്ലത്തിനും സൊല്യൂഷൻ ചിന്തിക്കുന്ന സമയത്ത്, അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് ഒരു സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു പ്രോബ്ലത്തിന് ചുറ്റും ഇങ്ങനെ, പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാതെ. സോ ബിഫോർ ദാറ്റ് ഐ ഹാവ് വൺ മോർ പസിൽ, the same 9 points. Is it possible to join all the 9 points with a 3 straight line? Is it possible? Comment ചെയ്യാമോ? പോസിബിൾ ആണോ? അത് നമുക്ക് രണ്ട് കണ്ടീഷൻ ആണുള്ളത്. You have to use maximum 3 straight line and one more condition, without lifting your writing instrument. Is that possible? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? ഹലോ, എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെന്ന് തോന്നുന്നു അല്ലേ? ഇമ്മാനുവലിന് ഉത്തരം കിട്ടിയതാണോ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഫോട്ടോ എടുത്ത് നയിക്കാമോ ഇമ്മാനുവൽ? എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, താങ്ക് യു. സോ വേറെ ആർക്കും ഇസ് ഇറ്റ് പോസിബിൾ? ബാക്കിയുള്ളവരുടെ ചോദ്യം. 3 സ്ട്രേറ്റ് ലൈൻ വെച്ച് ഈ 9 പോയിന്റ്സും ജോയിൻ ചെയ്യാൻ പറ്റും. വൺ മോർ കണ്ടീഷൻ, ഇറ്റ് ഷുഡ് ബി Anu, one more thing, it should be a continuous line. Okay, it should be a continuous line without lifting your writing instrument. That means അതൊരു കണ്ടിന്യൂസ് ലൈൻ ആണെങ്കിൽ മാത്രമാണ് നമുക്കത് ലിഫ്റ്റ് ചെയ്യാതെ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഷുഡ് ബി എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഐ തിങ്ക് അനൂപ് ഗോട്ട് ദ ആൻസർ. വാട്ട് അബൌട്ട് ഇമ്മാനുവൽ? ഫോട്ടോ എടുത്ത് അയക്കാമെന്ന് പറഞ്ഞിരുന്നു. ബാക്കിയുള്ളവർ
ഓക്കെ ഗുഡ്. ബാക്കി പാർട്ടിസിപ്പൻസ് ഒക്കെ എന്ത് ചെയ്യും? കുറെ പേരുണ്ടല്ലോ. ആൽബിൻ, സോണ, ഇവരൊക്കെ ഹാവ് യു ട്രൈ? ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാ നിങ്ങളൊക്കെ? ആന്റണി, സുരേഷ്, ഓക്കെ ഗുഡ്. ബിബിൻ സി വിനോദ്, ഓക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, കുഴപ്പമില്ല. ജോയൽ, ഓക്കെ ഐ തിങ്ക് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ട്രൈ എങ്ങനെ ചെയ്യുന്നുണ്ട്. ഐ ഹാവ് ദ ആൻസർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ I will show the answer. I think only 3 of them will raise the hand. Okay. Okay, good. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. I will show the answer. So this is my answer. I think Anup got the same answer, right? Anup. ആർക്കെങ്കിലും ഈ ഉത്തരം കിട്ടിയായിരുന്നു? I think Alfonso also got the same answer. Emmanuel he also got the same answer. എത്ര പേര് ഇങ്ങനെ ചിന്തിച്ചു? We have a 3 straight line and also we have a 9 points and it should be a continuous line, right? ശരിയല്ലേ? അത് എപ്പോഴാണോ നമുക്ക് നമ്മൾ ഒരിക്കലും നിങ്ങളൊക്കെ ഈ ഒരു പ്രോബ്ലത്തിലേക്ക് അപ്രോച്ച് ചെയ്ത സമയത്ത് നിങ്ങൾ എല്ലാവരും ചിന്തിച്ച ഒരു കാര്യം ഞാൻ പറയട്ടെ. എല്ലാവരും ചിന്തിച്ച് ഇത്രേ ഉള്ളൂ, ആ ഒരു ഡോട്ടിന്റെ സെന്ററിൽ കൂടെ മാത്രമേ എന്റെ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു ചുമ്മാതൊരു എന്താ കൺസ്ട്രെയിൻ നിങ്ങളുടെ മൈൻഡിലും ഉണ്ടാക്കി അല്ലേ? നിങ്ങൾ അതായത് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആ ഡോട്ടിന്റെ സെന്ററിൽ കൂടെ മാത്രമേ പാസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഓൾറെഡി അല്ലെങ്കിൽ ഒരു കൺസ്ട്രെയിൻസ് നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്തു. അതാണ് നിങ്ങൾക്ക് പലപ്പോഴും ഈ ഇതിന് ഉത്തരം കിട്ടാത്തതിന് ഒരു റീസൺ. ഐ തിങ്ക് അനൂപ് ഇത് എന്നോട് ചോദിച്ചിരുന്നു, അത് സെന്ററിന്റെ ആ ഒരു ഡോട്ടിന്റെ സെന്ററിൽ കൂടെ മാത്രമേ പാസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ചോദിച്ചിരുന്നു. സോ പലപ്പോഴും നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കൺസ്ട്രെയിൻസ് നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കും. ഓക്കെ, സോ അങ്ങനെ കൺസ്ട്രെയിൻസ് നമുക്ക് എപ്പോഴാണോ മാറ്റാൻ പറ്റുന്നത്, നമുക്ക് ആകെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ അകത്ത് നമുക്ക് വി ഹാവ് ഓൺലി 3 കൺസ്ട്രെയിൻസ്. ഒന്നെന്നുള്ളത് 3 ലൈൻസ് ആയിരിക്കണം ആൻഡ് ഇറ്റ് ഷുഡ് ബി എ സ്ട്രേറ്റ് ലൈൻ എന്നുള്ളതാണ് രണ്ടാമത്തെ കൺസ്ട്രെയിൻ. ദ തേർഡ് കൺസ്ട്രെയിൻ ഇസ് ഇറ്റ് ഷുഡ് ബി എ കണ്ടിന്യൂസ് ലൈൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ലിഫ്റ്റിംഗ് യുവർ റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയും. സോ വി ഹാവ് ഓൺലി 3 കൺസ്ട്രെയിൻ. പക്ഷെ ആവശ്യമില്ലാത്ത കൺസ്ട്രെയിൻസ് നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പലപ്പോഴും പല എന്താ പറയുന്നത് സക്സസും നമുക്ക് ബാക്ക്വേർഡ് ആവുന്നു. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ഓരോ പ്രോബ്ലത്തിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും ദാറ്റ് ഈസ് മീൻ ബൈ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ കൺസ്ട്രെയിൻസ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കുക, അതിന്റെ ബേസ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കുക. ഓക്കെ, ദ സെയിം ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് പോസിബിൾ വിത്ത് എ സിംഗിൾ സ്ട്രേറ്റ് ലൈൻ? ഈസ് ഇറ്റ് പോസിബിൾ? പോസിബിൾ ആണോ ഇങ്ങനെ ഒരു കൺസെപ്റ്റ്? We have 9 points. We have to join all the 9 points with a single straight line. Is it possible? Anyone? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? ഒരു സിംഗിൾ സ്ട്രൈറ്റ് ലൈനിൽ ഈ 9 റെസ്പോൺസ് ഒന്നുമില്ല. ഹലോ, യാ അനൂപ്, ഗുഡ്. അനൂപിന്റെ ഉത്തരം വന്നു. ദാറ്റ് ആൻസർ ഈസ് എ കറക്റ്റ്. ദെൻ വേറെ ആർക്കെങ്കിലും ഉത്തരം ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ഉത്തരം കിട്ടിയോ? So I'll show the answer. So this is my first answer. If we have a straight line with a wide width,
ഇറ്റ്സ് ജോയിൻ ഓൾ ദ 9 പോയിന്റ്സ്, റൈറ്റ്? ശരിയല്ലേ? അത് ആ ഒരു സിംഗിൾ സ്ട്രേറ്റ് ലൈനിൽ 9 പോയിന്റും ജോയിൻ ചെയ്തു. ദാറ്റ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നാം വരയ്ക്കാൻ പോകുന്ന സ്ട്രേറ്റ് ലൈനിന്റെ തിക്നെസ് 1 mm മാത്രമേ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ശരിയല്ലേ? അത് നോട്ട് എ കൺസ്ട്രെയിന്റ്. കറക്റ്റ് ആണോ? ദെൻ രണ്ടാമത് അനു പറഞ്ഞ ഉത്തരം, ആ 9 സ്ട്രേറ്റ് ലൈൻസ് ആ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. വി ഹാവ് എ 9 പോയിന്റ്സ്, വി ഹാവ് ടു ജോയിൻ ഓൾ ദ 9 പോയിന്റ്സ് വിത്ത് എ സിംഗിൾ സ്ട്രേറ്റ് ലൈൻ എന്നുള്ള കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കറക്റ്റ് അല്ലേ? സോ ദ സെയിം തിങ്, വി ഹാവ് വൺ മോർ ആൻസർ. ഇഫ് യു ഫോൾഡ് ദ പേപ്പർ, നമുക്ക് ആ തന്നിരിക്കുന്ന പേപ്പർ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ജോയിൻ ഓൾ ദ 9 പോയിന്റ്സ് ഇൻ എ സിംഗിൾ ഡോട്ട്. ഓക്കെ, സോ അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മുടെ ചിന്ത എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ എങ്ങനെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ല നിങ്ങൾക്ക് നല്ലൊരു ക്രിട്ടിക്കൽ തിങ്കർ ആകണമെങ്കിൽ ഇഫ് യു ക്യാൻ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്, വി ക്യാൻ ജോയിൻ ഓൾ ദ 9 പോയിന്റ്സ് ഇൻ എ സിംഗിൾ ഡോട്ട്. ഓക്കെ, ഒരു സിംഗിൾ ഡോട്ടിൽ നിങ്ങൾക്ക് ആ 9 പോയിന്റ്സും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ഇഫ് യു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ഓക്കെ, സോ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചിന്ത നല്ല രീതിയിൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, ദെൻ സോ ഐ വിൽ ഷോ വൺ മോർ എക്സാമ്പിൾ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു എക്സാമ്പിളാണ്. ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് പറയുന്ന ഒരു എക്സാമ്പിളാണ്, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇയറിൻ്റെ അകത്ത് ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റിൻ്റെ അകത്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റുഡൻസിന് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് സ്ക്രൂ എന്താണെന്നുള്ളത് അറിയാം അല്ലേ? നമ്മളെ വീട്ടിൽ ടൈറ്റ് ചെയ്യുന്ന സ്ക്രൂ, ആ സ്ക്രൂ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അവർക്കിടെ ഉത്തരവാദിത്തം. ഡിസൈൻ എ ഹെഡ് ഓഫ് എ സ്ക്രൂ ദാറ്റ് കുഡ് ബി, ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോളിൽ ഒരു മൈനസ് സൈൻ പോലെ ഒരു വര പോലെയുള്ള സാധനത്തിനാണ് സ്ക്രൂവിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സ്ക്രൂ ഹെഡ് ഡിസൈൻ ചെയ്യുക. പക്ഷെ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് സ്ക്രൂവിന്റെ ഹെഡ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു അതിന്റെ ബേസ് ചെയ്ത് ടൈറ്റ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ, തിരിച്ച് ലൂസ് ആക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രൂ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രൂവിന്റെ അകത്ത് വേണമെങ്കിൽ ഒരു മൈനസ് സൈൻ ഉണ്ടാവും അല്ലെ, ഒരു സിംഗിൾ ആയിട്ടുള്ള ലൈൻ കാണും. അത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് തിരിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ടൈറ്റ് ഇറ്റ്. നമ്മൾ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ലൂസ് ഇറ്റ് അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പ്ലസ് സൈൻ ആയിരിക്കും കണ്ടിട്ടുള്ളത് അല്ലെ. പ്ലസ് സൈൻ ആയിട്ടുള്ള സ്ക്രൂ ഹെഡ് ആണെങ്കിൽ പോലും നിങ്ങൾ റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടൈറ്റ്, തിരിച്ച് ലൂസ് ആക്കി കഴിഞ്ഞാൽ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലൂസ് ആവും അല്ലെ. സോ അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റാറിന്റെ സ്ക്രൂ ഹെഡ് കണ്ടിട്ടുണ്ടാവും. ആ സ്റ്റാറിന്റെ സ്ക്രൂ ഹെഡ് ആണെങ്കിൽ പോലും നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലോക്ക് വൈസിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ടൈറ്റ് ആവും, തിരിച്ച് ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ലൂസ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഡിസൈൻ എ സ്ക്രൂ. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണത്. ഞാനൊരു സംഭവം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. സോ യു ഹാവ് ടു ഡിസൈൻ എ സ്ക്രൂ. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ആവാൻ മാത്രമേ പാടുള്ളൂ, തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൂസ് ആവാൻ പാടില്ല. അതാണ് സ്ക്രൂവിന്റെ പ്രത്യേകത. നിങ്ങളൊന്ന് ആരെങ്കിലും ഒന്ന് മനസ്സിലൊന്ന് ചിന്തിക്കാമോ എങ്ങനെയായിരിക്കും ആ സ്ക്രൂ ഹെഡ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം? എനിവൺ? ജസ്റ്റ് ഒന്ന് നോർമൽ കോമൺ സെൻസ് ആണത്. ആ സ്ക്രൂ ഹെഡ് എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ആവും, തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ലൂസ് ആവാതിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഉള്ള സ്ക്രൂ ആണ്, നമ്മൾ പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്ന സ്ക്രൂ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൂസായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വേറെ ആരും മാനുഫാക്ചറേഴ്സ് അല്ലാതെ വേറെ ആരും ലൂസ് ആക്കാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണത്. ആ സ്ക്രൂ ഹെഡ് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും എന്നുള്ളതൊന്ന് ആലോചിക്കാം എല്ലാവരും. ഉത്തരം കിട്ടിയവർക്ക് ഒന്ന് കൈവക്കാം, അല്ലെങ്കിൽ ഇഫ് യു ക്യാൻ റൈസ് എ ഹാൻഡ് ഓർ പുട്ട് ഇറ്റ് ഇൻ ദ ചാറ്റ്. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഒന്നിച്ച് അൺമ്യൂട്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ്സും പറയാം, നോ പ്രോബ്ലം. ആർക്കും ഒരു ഐഡിയ ഇല്ല?
ഒന്ന് ആലോചിച്ച് നോക്കുക. ചുമ്മാ ഉള്ള ഒരു എന്താ പറയുക ലോജിക്കൽ റീസണിങ് ആണ്. മാത്യു അൽഫോൺസിന്റെ ഒരു ഉത്തരം കണ്ടു. ഇറ്റ് ഷുഡ് ബി എ ക്ലോക്ക് വൈസ് ഗ്രിപ്പ്. ഓക്കെ, മാത്യു ഉദ്ദേശിച്ചത് എന്താണെന്നുള്ള എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഓക്കെ, ഗുഡ്, നല്ലൊരു സജഷൻ ആണ്. I think Christina Joseph, he also raised a hand. I think he also got the answer. Yes, if the screw doesn't have any option of it. എനിക്ക് അലീന പറഞ്ഞ അർത്ഥം എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. സ്ക്രൂ doesn't have any option. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാതെ ഇരിക്കാനുള്ള ഡിസൈൻ എങ്ങനെയാണെന്നുള്ളതാണ് അലീന ചോദിച്ചത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ ആർക്കെങ്കിലും? ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഞാൻ കുഴപ്പമില്ല. ഞാൻ ഉത്തരം കാണിച്ചു തരാം. ഇതാണ് ഉത്തരം. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു സ്ക്രൂവിന്റെ ടോപ്പിക്കർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ക്വാഡ്രന്റ് കിട്ടും. ക്വാഡ്രന്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 1 2 3 4 4 ക്വാഡ്രന്റ്. ഒരു സർക്കിളിന്റെ അകത്ത് വി ഹാവ് 4 ക്വാഡ്രന്റ്. അതിൻ്റെ അകത്ത് ഓപ്പോസിറ്റ് ക്വാഡ്രന്റ് തമ്മിൽ ഒരു ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. തിരിച്ച് ലൂസൺ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ സീ ദ സ്ക്രൂ, ഇത് സ്ലിപ്പായി പോകും. ഇതാണ് സ്ക്രൂവിന്റെ ഡിസൈൻ. ഇറ്റ്സ് എ നോർമൽ സ്റ്റാൻഡേർഡ് സ്ക്രൂ ആണ്. അപ്പോൾ ഈ ഒരു സ്ക്രൂവിന്റെ ആൻസർ നമുക്കറിയാം. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റിന്റെ അകത്ത് ഞാനും ബാക്കിയുള്ള സാറുമാരൊക്കെ പേപ്പർ വാല്യൂ ചെയ്യാൻ വേണ്ടി വാല്യൂഷൻ ക്യാമ്പിൽ ഇരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ആൻസർ വാല്യൂ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആൻസർ കീ ആയിട്ടാണ് വാല്യൂഷൻ ക്യാമ്പിൽ പോകുന്നത്. വാല്യൂഷൻ ക്യാമ്പിൽ ചെന്ന് ഞങ്ങൾ ഈ സെയിം സബ്ജക്റ്റ്, ഈ ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റ് നോക്കുന്ന എല്ലാ ഫാക്കൽറ്റീസും ഒന്നിച്ചിരുന്ന് ആദ്യം ആൻസർ ഡിസ്കസ് ചെയ്തിട്ടാണ് ഉത്തരം വാല്യൂ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. സോ അങ്ങനെ വാല്യൂ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ ഇതിന്റെ ഫിഗർ ഉണ്ടായിരുന്നു. ആ ഫിഗറുമായിട്ടാണ് ഞാൻ വാല്യൂഷൻ ക്യാമ്പിൽ പോയത്. സോ വാല്യൂഷൻ ക്യാമ്പിൽ ചെന്ന് ഞങ്ങൾ ഈ ഉത്തരങ്ങൾ ആൻസർ ഒക്കെ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ പേപ്പർ വാല്യൂ ചെയ്യാൻ വേണ്ടി തുടങ്ങി. പേപ്പർ വാല്യൂ ചെയ്ത് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസത്തെ ഒരു പേപ്പർ, ഞാൻ വാല്യൂ ചെയ്തുകൊണ്ടിരുന്ന പേപ്പറിന്റെ അകത്ത് എനിക്കൊരു ഉത്തരം കിട്ടി. ആ ഉത്തരത്തിന്റെ അകത്ത് ഒരു സ്റ്റുഡന്റ്, നമുക്ക് ആ ആൻസർ ഷീറ്റ് എടുക്കുന്ന സമയത്ത് അറിയാം, അവനൊരു ഉഴപ്പനായിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. അധികമൊന്നും എഴുതി വെച്ചിട്ടില്ല, കുറച്ച് സാധനങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, അധികം വലിച്ചു വാരിയൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ അവന്റെ ഇത് 6ാമത്തെ ചോദ്യമായിരുന്നു. ഈ 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ചെന്ന സമയത്ത് ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ആ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രൂവിന്റെ തന്നെ ഒരു പടം വരച്ച് വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞ് അവൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്ക്രൂ ഹെഡിന്റെ അടിയിൽ ചെറിയൊരു ഡോട്ട് ഇട്ടേക്കുവാണ്. ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്ക് എന്നോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. സോ ക്രാക്ക് ഇട്ടേക്കുവാണ്. അത് കഴിഞ്ഞ് അവർ സെന്റൻസിൽ എഴുതി വെച്ചേക്കുവാണ്, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോർമൽ സ്ക്രൂ ഡ്രൈവർ വെച്ച് ക്ലോക്ക് വൈസിൽ എന്താ പറയുന്നത് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ആ ഹെഡിലേക്ക് ഒരു ഇടി വെച്ച് കൊടുക്കുക. ഇടി വെച്ച് കഴിയുമ്പോൾ ആ ഹെഡ് അങ്ങ് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമുക്ക് ലൂസ് ആക്കാൻ പറ്റില്ല. ശരിയല്ല? അത് സ്ക്രൂവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഹെഡ് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രൂ തിരിച്ച് ലൂസ് ആക്കാൻ പറ്റില്ല. സോ അതായിരുന്നു അവന്റെ ഉത്തരം. ശരിക്കും ആ ഒരു ഉത്തരം കിട്ടിയ സമയത്ത് ഞാൻ ചിന്തിച്ചൊരു രീതി, ഈ ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത് ശരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കുമുള്ള ഉത്തരം ഇതാണ്. ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗിന്റെ അല്ലെങ്കിൽ ബേസിക് കൺസെപ്റ്റ് വെച്ച് ഉത്തരം ഇതാണ്. നമുക്കൊരു സ്ക്രൂ ഹെഡ് ഇങ്ങനെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ അവൻ ചെയ്ത ആ ഒരു ഉത്തരം, അല്ലെങ്കിൽ അവൻ പറഞ്ഞ ആ ഒരു ഉത്തരം എത്രമാത്രം ശരിയാണെന്ന് ഞാൻ ചിന്തിച്ചു. വീണ്ടും ബാക്കിലേക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി ഇത്രേ ചോദിച്ചിട്ടുള്ളൂ, ഹെഡിന്റെ അകത്ത് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ചെയ്യുക, അല്ലെ? അവന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, ഒന്നുമില്ല, ആ ഹെഡിന്റെ അടിയിൽ ഒരു ഡോട്ട് ഇട്ടു, അതാണ് അവന്റെ മോഡിഫിക്കേഷൻ. ആ മോഡിഫിക്കേഷൻ വെച്ച് വി ക്യാൻ ടൈറ്റ് ദ സ്ക്രൂ. ശരിയല്ലേ? നമുക്ക് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത സമയത്ത് വി ക്യാൻ ടൈറ്റ് ദ സ്ക്രൂ. തിരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രൂ ഹെഡ് അങ്ങ് ഇടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ, ഹെഡ് മാത്രം ഒടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് ലൂസ് ആക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഞാൻ അവന് അത് 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഫുൾ മാർക്ക് കൊടുത്തു. അപ്പോൾ ഓരോരുത്തരും ചിന്തിക്കുന്ന മെത്തേഡാണ് അവനെ ഡിഫറെന്റ് ആക്കുന്നത്, അല്ലെ? നമ്മളുടെ ചിന്തകളാണ് നമ്മളെ എങ്ങനെ ഡിഫറെന്റ് ആക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഇന്നോവേറ്റർ, നിങ്ങൾ പലപ്പോഴും പല കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചേക്കുന്ന കാണാം, അല്ലെ? സാധാരണ അത് പഠിപ്പ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല, ഡിഗ്രി വേണമെന്നൊന്നുമില്ല, അല്ലെ? പലരും നിങ്ങൾ ഈ അഗ്രികൾച്ചർ ഫാമേഴ്സ് ഇതേപോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നത് കാണാൻ പറ്റും. സോ അതൊന്നുമില്ല, അവന്റെ ചിന്ത ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്താണ് അങ്ങനെയുള്ള ഇന്നോവേഷൻസ് വരുന്നത്. ഓക്കെ, ഞാൻ ഈ ഇടയ്ക്ക്
ഇങ്ങനെ പോകുന്ന സമയത്ത് ഈരാറ്റുപേട്ട എന്നുള്ളൊരു ജോഷി എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്റെ കാണാൻ വേണ്ടി വന്നതാണ്. ഒന്നുമില്ല, പേറ്റന്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പൊ പേറ്റന്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന സമയത്ത് ആ ചേട്ടൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മള് ടെറസിന്റെ അകത്ത് നമ്മള് ഗ്രോ ബാഗിന്റെ അകത്ത് കൃഷി ചെയ്യാറുണ്ട്. അതിൻ്റെ അകത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് ഈ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ തന്നെ വേറൊരു സാധനം തിരിനന എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരി പോലെ സാധനം, നമ്മുടെ ചാക്കുനൂല് പോലെ സാധനം ഉണ്ടാവും. സോ അതിൻ്റെ അകത്ത് തിരി വെച്ച് നമ്മൾ നനയ്ക്കുന്ന ഒരു മെത്തേഡാണ്. അത് ആ ചേട്ടൻ കണ്ടുപിടിച്ച മെത്തേഡൊന്നുമല്ല. പക്ഷെ ആ ചേട്ടൻ അതിൻ്റെ അകത്ത് എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയവും ആ ഒരു തിരിക്കകത്ത് എപ്പോഴും വെള്ളം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം. അപ്പൊ ആ ചേട്ടൻ അത് കുറെ നാൾ കൂടി കണ്ടുപിടിച്ച സാധനമാണ്. സോ അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് ആ ചേട്ടൻ വെറും 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഒരിക്കലും ഡിഗ്രി അല്ല നമ്മുടെ തിങ്കിങ്ങിനെ ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇതുവരെ അക്വയർ ചെയ്ത എക്സ്പീരിയൻസും നമ്മൾ ഇതുവരെ വായിച്ച കാര്യങ്ങളുമാണ് നമ്മളുടെ തിങ്കിങ്ങിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതേപോലെയുള്ള കാര്യങ്ങൾ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു കണ്ടന്റ് കണ്ടാലും അല്ലെങ്കിൽ ഏതൊരു പ്രോബ്ലം കണ്ടാലും വി ക്യാൻ തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. ഓക്കെ, ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് ഞാനും എൻ്റെ കൂടെയുള്ള കുറച്ച് സ്റ്റുഡൻസും കൂടി കണ്ടുപിടിച്ചൊരു എക്യുപ്മെന്റ്സ് ആണ്. ഞാൻ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ഐ തിങ്ക് ഓഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓഡിയോ ഓക്കെ. സോ ദിസ് ഇസ് ലാക്ടിനോ എന്നുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അത് ഞാനും ാണ്. നമ്മളിപ്പോൾ പാലെടുക്കുന്ന മെത്തേഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മളൊരു ബക്കറ്റ് യൂസ് ചെയ്തു, ആ ബക്കറ്റ് യൂസ് ചെയ്ത് പാലെടുക്കുന്ന ഒരു മെത്തേഡാണ് ഈ കാണിക്കുന്നത്. അവർ നോർമൽ ട്രഡീഷണൽ മെത്തേഡ്, നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ് ഈ കാണിക്കുന്നത്. സോ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറ്റ കയ്യിൽ നമ്മൾ ബക്കറ്റ് തൂക്കി പിടിക്കുന്ന സമയത്ത് വി ഹാവ് ടു എന്താ പറയുന്നത്, ഇറ്റ്സ് എ ഇംപ്രോപ്പർ ബോഡി ബാലൻസ് ആണ്. മാക്സിമം 10 ലിറ്റേഴ്സ് മാത്രമേ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ ഒരു യൂണിഫോം ആയിട്ടുള്ള ടെറൈൻ ഒന്നുമല്ല, ഹില്ലി ടെറൈനാണ്. ആ ഹില്ലി ടെറൈനിൽ രാവിലെ ബക്കറ്റ് പിടിച്ച് പാലെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ശരിയല്ലേ? സോ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് ഇപ്പൊ കണ്ട ഫോട്ടോ. ഐ വിൽ ഷോ ദ വീഡിയോ. ഇറ്റ്സ് ജസ്റ്റ് എ ബാക്ക് പാക്ക്, അല്ലേ? ഇത് നിങ്ങളെ പോലെയുള്ള +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്ന ഫസ്റ്റ് ഇയറിൽ വന്ന ഒരു സ്റ്റുഡന്റ് കണ്ടുപിടിച്ചൊരു എക്യുപ്മെന്റ് ആണിത്. ഒന്നുമില്ല, ആ ബക്കറ്റിന് പകരം സിമ്പിൾ ആയിട്ടുള്ളൊരു ബാക്ക് പാക്ക് നമ്മുടെ പുറകിൽ, അതിന്റെ ഫ്രണ്ടിൽ ചുമ്മാ ഒരു ഡെക്ക്. ആ ഡെക്കിന്റെ അകത്ത് നമ്മൾ എന്താ പറയുന്നത്, നമുക്ക് പാല് ഒഴിക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്ന പാല് ഒഴിക്കാം. ഇത് മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് പോകുന്ന സമയത്ത് എന്താ പറയുന്നത്, അത് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാല് ബാക്കിലേക്ക് ഒഴുകുന്നു. ജസ്റ്റ് എ സിമ്പിൾ എക്യുപ്മെന്റ്. നമുക്ക് വേറെ പ്രത്യേകിച്ച് കയ്യിൽ ഭാരമൊന്നുമില്ല, 2 കൈ എപ്പോഴും ഫ്രീ ആണ്, മഴ നനയില്ല. അങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഐ തിങ്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വന്നത് ജസ്റ്റ് വേറെ ഒരു സിമ്പിൾ ഐഡിയ ആയിട്ടാണ് വന്നത്. സോ പിന്നെ ആലോചിച്ച് ഐട്രേറ്റ് ചെയ്താണ് ഇങ്ങനൊരു എക്യുപ്മെന്റ് ഉണ്ടായത്. സോ ഇങ്ങനൊരു എക്യുപ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് ശരിക്കും അവർ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അവർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയിരുന്നു. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എൻ്റെ അലീന എന്തിനാണ് റേസ് ചെയ്തതെന്ന് പറയാമോ? ഡൗട്ടാണോ? ഹലോ, അലീന കൈ റേസ് ചെയ്തായിരുന്നു, ഹാൻഡ് റേസ് ചെയ്ത. ഓക്കെ, മിസ്റ്റേക്ക് ആണ്. ഓക്കെ, സോ ഈ ഒരു സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വന്ന സമയത്ത് അവർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. അപ്പം നമുക്കിടെ അവിടെ ഇന്നോവേഷൻ ലാബ് എന്നുള്ളൊരു ലാബ് ഉണ്ട്. ഒന്നുമില്ല, ഇതേപോലെയുള്ള ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന സ്റ്റുഡൻസിന് വന്നിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. സോ അങ്ങനെ വന്ന സമയത്ത് ഇവര്, ഞാനപ്പോൾ വൈകുന്നേരങ്ങളിൽ അവിടെ ഇരിക്കാറുണ്ട്. എനിക്ക് ആ സമയത്ത് ഞാൻ ഹോസ്റ്റലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ പോയി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈവനിങ് ടൈമിൽ ഞാൻ ജസ്റ്റ് അവിടെ ചുമ്മാ ബ്രൗസ് ചെയ്യാൻ വേണ്ടി ഇരിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഈ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് കയറി വന്നിട്ട് എന്നോട് ചോദിച്ചു, സാറേ ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്, അവർ ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്ത് 2 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ കോളേജൊക്കെ പരിചയപ്പെട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ആ ഒരു ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഐഡിയ ഇതല്ലായിരുന്നു ഐഡിയ. അവർ വന്ന സമയത്തുള്ള ഐഡിയ അവർക്കിടെ വേറെ ഐഡിയ ആയിരുന്നു. അവർക്കിടെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേങ്ങ പൊതിക്കുന്ന ഒരു മെഷീൻ.
തേങ്ങ പൊതിക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കത്രിക പോലെ ഇരിക്കുന്ന ഒരു മെഷീൻ, ചെറിയൊരു എന്ന് പറഞ്ഞാൽ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് കിടക്കാൻ പറ്റുന്ന തേങ്ങ പൊളിക്കുന്ന മെഷീൻ. അതാണ് അവരുടെ കൺസെപ്റ്റ്. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ക്ലാസ്മേറ്റ്സിന്റെ ഒരു നോട്ട്ബുക്കിന്റെ അകത്ത് നല്ല പടമൊക്കെ വരച്ചാണ് എൻ്റെ അടുത്ത് വന്നത്. അവരുടെ ഐഡിയ എന്താണെന്നുള്ളത് അത് എന്നെ കാണിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ്. സോ അങ്ങനെ വന്ന സമയത്ത് അവരെന്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പടമൊക്കെ വരച്ച് നമ്മൾ കത്രിക പോലെ ഇരിക്കുന്ന സാധനം. സോ അവർക്കടെ അതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ കയ്യിൽ പിടിച്ചിട്ട് കത്രിക വെച്ച് ഇങ്ങനെ പോലെ ഇരിക്കുന്ന എക്യുപ്മെന്റ് കുത്തി ഇറക്കിയിട്ട് ജസ്റ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു സെക്ടർ ആയിട്ടുള്ള ഒരു തേങ്ങയുടെ ഹസ്കിന്റെ ഒരു സെക്ടർ പുറത്തു വരും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ആ ഒരു മെക്കാനിസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദ ഹോൾ കോക്കനട്ട് വിൽ ഹസ്ക്. ഓക്കെ, അതായിരുന്നു അവർക്കുടെ ഒരു കൺസെപ്റ്റ്. അപ്പൊ ഞാൻ കുറെ കൊല്ലങ്ങളായിട്ട് തേങ്ങ പൊളിക്കുന്ന കുറെ മെഷീൻസ് കണ്ടുപിടിച്ചിട്ടുള്ളത് കൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് ഈ ഐഡിയ ആയിട്ട് വന്നത്. സോ അങ്ങനെ വന്ന സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഓൾറെഡി നിങ്ങൾ പേറ്റന്റ് എന്താണെന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഓൾറെഡി 1947 സെയിം എക്യുപ്മെന്റ്സ് അവര് US പേറ്റന്റ് ചെയ്തിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഈ സെയിം എക്യുപ്മെന്റ്സ് ഇവരുടെ സെയിം ഡിസൈൻ ഓൾറെഡി പേറ്റന്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ അവരെ ആ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അവർ കുറെ നാളായിട്ട് ആലോചിച്ചു, +2 മുതൽ അവരിങ്ങനെ ആലോചിച്ച് വെച്ചൊരു ഐഡിയ ആണ്. എഞ്ചിനീയറിംഗ് വന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ് അത്. സോ അപ്പൊ അവർ ഓൾറെഡി നേരത്തെ ആലോചിച്ച് വെച്ച ഐഡിയ ആണ്. 60 കൊല്ലം മുമ്പ് ആരോ ഈ സെയിം ഐഡിയ നേരത്തെ ചിന്തിച്ചു. അത് ഒരിക്കലും അവർ കോപ്പി അടിച്ചൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ പാറ്റന്റ് നോക്കി കോപ്പി അടിച്ച് എൻ്റെ അടുത്ത് വന്നൊന്നുമല്ല. കാരണം അവർക്കിടെ ആ എന്തൂസിയാസം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർക്കിടെ സ്വന്തം ഐഡിയ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. സോ അപ്പൊ ഞാൻ അവർ ഈ പാറ്റന്റിന്റെ ഡീറ്റെയിൽസ് എടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, സാർ കുഴപ്പമില്ല. അവർക്ക് ഭയങ്കര സങ്കടമായി. കാരണം കുറെ നാളായിട്ട് ആലോചിച്ച് വെച്ച ഐഡിയ ആണ് ഒറ്റയടിക്ക് പൊട്ടിപ്പോയത്. എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നത് വലിയൊരു ബലൂൺ പോലെ സാധനം ഊതി വീർപ്പിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചെറിയൊരു മുട്ടുസൂചി എടുത്ത് ഒരു കുത്തു വെച്ച് കൊടുത്തു, ഒറ്റയടിക്ക് പൊട്ടിപ്പോയി. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റ് അവർക്ക് ഭയങ്കര സങ്കടം വന്നു, ആ ഒരു ഫെയിലിയർ എന്നുള്ളത്. കാരണം അവർ ഇതുവരെ ആലോചിച്ച് വെച്ച് തിങ്ക് ചെയ്ത കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആയി പോയി എന്നുള്ളൊരു സങ്കടമാണ്. അവർ എൻ്റെ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ വിചാരിച്ചു ഇനി മേലെ അവർ എൻ്റെ അടുത്ത് വരില്ല എന്ന് വിചാരിച്ചു. കുറച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എൻ്റെ അടുത്ത് വന്നു പുതിയൊരു ഐഡിയ ആയിട്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ വന്നൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ്റെ അടുത്ത് വന്നു, സാറേ ഞങ്ങൾക്ക് പുതിയ ഐഡിയ കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ ഐഡിയ കിട്ടിയത്? അപ്പൊ അവർ പറഞ്ഞു, സാറേ ഞങ്ങളിങ്ങനെ അവരുടെ റൂംമേറ്റ് ആണ്, അവന്റെ പേര് അജിനും അലനും, 2 പേര് റൂംമേറ്റ് ആണ്. അപ്പൊ അവർ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ നമ്മൾ പില്ലോ വെച്ച് അടി ഉണ്ടാകും, തലോണ വെച്ച് അടി ഉണ്ടാകുന്ന സമയത്ത് ഒരാളെ ഈ ബ്ലാങ്കറ്റ് വെച്ച് കെട്ടുന്ന സമയത്ത് ഈ കഴുത്തില് അവരിങ്ങനെ ബ്ലാങ്കറ്റ് ചുറ്റിയ സമയത്ത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാങ്കറ്റ് ചുറ്റിയ സമയത്ത് അവർക്ക് കഴുത്തിങ്ങനെ അനക്കാൻ പറ്റാതെ വന്നു. എന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ കഴുത്തിന് ചുറ്റും ബ്ലാങ്കറ്റ് ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് കഴുത്ത് അനക്കാൻ പറ്റില്ല. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ വെച്ച് ഞങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടി, ആ പ്രോബ്ലം വെച്ച് ഒരു സൊല്യൂഷൻ കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പ്രോബ്ലം കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോങ് ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ബസ്സിൽ ലോങ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കടന്നുറങ്ങാറുണ്ട് അല്ലെ. ബസ്സിൽ ലോങ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കടന്നുറങ്ങാറുണ്ട്. ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉറക്കം മൊത്തം പോകുന്നത് എപ്പോഴാണ്? നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ആഞ്ഞു പോകുന്ന സമയത്താണ് നമ്മൾ ഉറക്കം മൊത്തം പോകുന്നത്. സോ അപ്പൊ അവരുടെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കുഷൻ പോലെ ഒരു സംഭവം, ഇപ്പോഴൊന്നും അല്ല, 2-3 കൊല്ലം മുമ്പാണ് അവർ ഈ ഐഡിയ ആയിട്ട് എൻ്റെ അടുത്ത് വന്നത്. ഈ ഇങ്ങനെ ഒരു കുഷൻ പോലെ ഒരു സാധനം ഫ്രണ്ടിൽ വെക്കുക. അപ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, നമ്മൾ ഉറക്കം വന്നാലും നമ്മുടെ തല എപ്പോഴും സ്റ്റഡി ആയിട്ടിരിക്കും. അതായിരുന്നു അവരുടെ ഐഡിയ. അപ്പൊ ഞാനിത് കേട്ടപ്പോൾ തന്നെ ചുമ്മാ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഓൾറെഡി അതേപോലത്തെ ഉള്ള കുറെ സാധനങ്ങൾ, ഈ ഹെഡ് റെസ്റ്റർ എന്നുള്ള സാധനങ്ങൾ ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പലരും ഫോറിനേഴ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോ നാട്ടിലുള്ളവരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലോങ് ഡ്രൈവിനൊക്കെ നമ്മൾ ഇതേപോലെയുള്ള ഒരു കുഷൻ ടൈപ്പ് സാധനം നമ്മളുടെ ഈ നെക്കിന്റെ അവിടെ വെക്കാറുണ്ട്, ഹെഡ് റെസ്റ്റർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് വെച്ച് യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് പോകാം. അപ്പൊ ഇതും അവർ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ആലോചിച്ചുകൊണ്ട് വന്ന ഐഡിയ ആണ്. അവർക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവം ഓൾറെഡി ഉണ്ടെന്നുള്ള കാര്യം. നമ്മുടെ നാട്ടിലൊന്നും അത്രയും സൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല അത്. അതുകൊണ്ട് അവരിത് കണ്ടിട്ടില്ല. പക്ഷെ അവർക്ക് ഇത് വെച്ച് ആ ഒരു സൊല്യൂഷൻ വെച്ച് വേറൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റി. ദെൻ ഞാൻ വീണ്ടും അവരോട് പറഞ്ഞു, സാരമില്ല നിങ്ങൾ വേറെ ആലോചിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവരെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3ാമതായിട്ട് ആലോചിച്ചുകൊണ്ട് വന്ന ഒരു ഐഡിയ ആണ് ഈ ലാക്ടിനോ എന്നുള്ള ഒരു ഐഡിയ. സോ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ്റെ അടുത്ത് വന്നു, സാർ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, നമ്മൾ ബക്കറ്റിൽ എന്താ പറയുന്നത് റബ്ബർ പാല് പിടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ അതൊരു ബാക്ക് പാക്ക് അല്ലെങ്കിൽ ഷോൾഡറിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ എന്നുള്ള രീതിയിൽ ആലോചിച്ചു. പിന്നീടാണ് അതിനെ വീണ്ടും നമ്മൾ ഐട്രേറ്റ് ചെയ്താണ് ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് വന്നത്.
നിങ്ങൾ ആ പ്രൊഡക്റ്റിന്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇറ്റ്സ് നോട്ട് എ നോർമൽ സ്ക്വയർ ബോക്സ് അല്ലേ. അത് എർഗണോമിക്സ് എന്നുള്ള ഒരു ഏരിയ ആണ്, അത് എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവ് ആണ്, അത് വിട്ടേരെ, അത് കുഴപ്പമില്ല. പക്ഷെ അവർ അതിൻ്റെ അകത്ത് മാക്സിമം വർക്ക് ചെയ്ത് നല്ലൊരു ഡിസൈനിലേക്ക് വന്നു. ഇന്ന് ഇതിപ്പോൾ ഒരു പ്രൊഡക്റ്റായി ഇറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്, ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സോ ബിക്കോസ് ഇത് ഇൻവെസ്റ്റ് ചെയ്ത് ഇറക്കുന്നതിന് ഓൾമോസ്റ്റ് 20 lakhs rupees വേണം. സോ അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് പല സ്ഥലത്തും പിച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് അറിയുമെന്ന് എനിക്കറിയില്ല. സോ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എനിവേ നിങ്ങൾക്കും ഇതേപോലെ ആലോചിച്ച് തുടങ്ങാം. ആസ് എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് 3 കൊല്ലം ഉണ്ട്. 3 കൊല്ലം ഉള്ള സമയത്ത് നമ്മുടെ ഈ ചുറ്റുപാടും ഉള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്ത് ഇതേപോലെയുള്ള ചെറിയ ചെറിയ സൊല്യൂഷൻസ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് ആലോചിക്കുക. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വലിയ മെക്കാനിക്കൽ പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല. പുറകിൽ ഒരു ബാക്ക് പാക്ക്, ആ ബാക്ക് പാക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചിന്തിക്കുക. ഫ്രണ്ടിൽ ഒരു ഡക്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലേ. ഈ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് ചെറിയൊരു കൺസെപ്റ്റ് ആണ് എന്നുള്ളത് അല്ലേ. ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചിന്തിക്കും. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു 3 കൊല്ലം മുമ്പ് ഒരു ദിവസം ഞങ്ങൾക്കൊരു മെയിൽ വന്നു, എനിക്കും എൻ്റെ സ്റ്റുഡൻസിനും ഒരു മെയിൽ വന്നു. മെയിൽ ഇതാണ്, രാഷ്ട്രപതി ഭവൻ ഡൽഹിയിൽ നിന്ന് ആണ് മെയിൽ വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ എന്ന് പറഞ്ഞാൽ ആ കൊല്ലത്തെ സോഷ്യലി റെലവൻറ്റ് ഇന്നോവേഷനുള്ള രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള അവാർഡ് ഈ ഒരു പ്രൊഡക്റ്റിനാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ ഞാനും എൻ്റെ സ്റ്റുഡൻസും അത് ആ കൊല്ലം പോയി 2016 പോയി അത് വാങ്ങിച്ചു. സോ ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിനാണ് ആ അവാർഡ് കിട്ടിയത്. സോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത ഐഡിയയുടെ ഡെപ്ത് അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി അല്ല അവാർഡും അല്ലെങ്കിൽ അങ്ങനെയുള്ള റെക്കഗ്നേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഏറ്റവും സിമ്പിൾ ആയിരിക്കണം, നമ്മുടെ സോഷ്യലി അല്ലെങ്കിൽ സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആരാണോ അവർക്കത് യൂസ്ഫുൾ ആവണം എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രം വെച്ച് ചിന്തിക്കുക ഇങ്ങനെ. സോ ഈ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന എൻ്റെ കുറെ ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് 4:20 ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ജെറോം, ഐ തിങ്ക് ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 4:20 ആയി. എത്ര സമയം കൂടി കണ്ടിന്യൂ ചെയ്യണം? Maybe we can wind up with this slide or I can take few more slides. ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 30 സ്ലൈഡ് ഉണ്ട്, ഞാൻ അതിൻ്റെ അകത്ത് കുറച്ചേ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഞാൻ ഇത് വെച്ച് അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, ഞാൻ 2-3 കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സോ നമുക്ക് അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള തിങ്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്നുള്ളത് യു ഹാവ് ടു തിങ്ക് ലൈക്ക് എ നെസസിറ്റി പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കാണിക്കാം. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നമ്മളിപ്പോൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന തെങ്ങ് കയറുന്ന മെഷീൻ, അത് കണ്ടുപിടിച്ച ആളാണത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പിക്കുന്നില്ല, ഇത് 1990s ഒരു സംഭവമാണ്. ഓക്കെ, അന്നത്തെ രാഷ്ട്രപതി അവാർഡ് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണിത്. അദ്ദേഹത്തിന്റെ പേര് MJ ജോസഫ് എന്നാണ്. അന്നത്തെ ഒരു ഡോക്യുമെന്ററി ഡിസ്കവറി ചാനൽ എടുത്ത ഡോക്യുമെന്ററി ആണ്. അന്ന് അവാർഡ് കിട്ടി കുറച്ച് പേരെ സെലക്ട് ചെയ്ത് അവർ എടുത്ത ഒരു വീഡിയോ ആണ്. വീഡിയോ കാണാൻ പറ്റുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ ഒന്നും കൂടി ഷെയർ ചെയ്യാം. ഓഡിയോ അവൈലബിൾ. ഓക്കെ, സോറി. ഐ തിങ്ക് ഇറ്റ്സ് വിസിബിൾ റൈറ്റ്? ഇപ്പം വിസിബിൾ ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ തെങ്ങ് കയറുന്ന മെഷീൻ. നമ്മളിപ്പോൾ ഇവിടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന ആ ഒരു മെഷീനാണ്. ഞാൻ പറഞ്ഞത് 1995 എന്തോ രാഷ്ട്രപതി ഭവനിലെ അവാർഡ് വിന്നർ ആണ് ഇദ്ദേഹം. അപ്പോൾ അതിന്റെ ബേസ് ചെയ്തുള്ള ഡിസ്കവറി ചാനലിൽ ഡോക്യുമെന്ററിയുടെ വീഡിയോ ആണ്.
ഇത് അടുത്തൊരു വീഡിയോ ആണ്. സെയിം അവാർഡ് വിന്നർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ വീഡിയോ ആണ്. നെയിം ഈസ് രമ്യ ജോർജ്, മലയാളിയാണ്. വളരെ ലളിതം. ജസ്റ്റ് എ മാനുവൽ ഓപ്പറേറ്റഡ് വാഷിംഗ് മെഷീൻ. നിങ്ങൾക്ക് അറിയാവുന്ന മെക്കാനിക്സ് മാത്രമേ ഉള്ളൂ. സ്കൂൾ സ്റ്റുഡൻ്റ് ആണ്, നോട്ട് എ കോളേജ് സ്റ്റുഡൻറ്, ജസ്റ്റ് എ സ്കൂൾ സ്റ്റുഡൻറ്. ആകർഷകമായ ഒരു ഇലക്ട്രോണിക് ഉപകരണമല്ല. പക്ഷേ അച്ഛന്റെ കറണ്ട് ബിൽ കുറയ്ക്കുന്നു. എനിക്കറിയാം ഇത് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഈ ലോകം ഒരു പൊട്ടിത്തെറിയുടെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന്. My technology. જ્યારે મારી સામે અડવા માટે એક આકાશ હતું, જ્યારે મારી સામે પગલા ભરવા માટે એક દિશા હતી, તો કોઈ વસ્તુ મને રોકે એ કેમ થાય? സോ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള അവർക്കുള്ള ആദ്യത്തെ ഒരു സ്കൂട്ടറാണ്. ഈ സമയത്ത് ഇതിപ്പോൾ സർവ്വസാധാരണമാണ്. പക്ഷേ 1995 ഇത് വളരെ റെയറായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡിസേബിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സ്കൂട്ടർ അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചു. അതിൻ്റെ ഒരു വീഡിയോ ആണ്. હાઈ ટેકનોલોજી അന്നത്തെ രാഷ്ട്രപതി ഭവൻ അവാർഡ് വിന്നറാണ്. नाव का इंतजार मुझे गवारा न था, मुझे मेरे प्यार से मिलना ही था। मेरी बेकरारी ने मुझे आविष्कारी बना दिया। पर प्यार को भी आविष्कार का सहारा लेना ही पड़ता है। आविष्कार ही मेरी नूर का नूर है, नई खोज ही मेरी जिंदगी का जुनून है। माई टेक्नोलॉजी। ഓക്കെ, സോ അതിൻ്റെ അകത്ത് നമ്മൾ ആ ലാസ്റ്റ് കണ്ട അദ്ദേഹമാണ് അതിൻ്റെ അകത്ത് ഇതുവരെ രാഷ്ട്രപതി ഭവന് വന്ന ഏറ്റവും പ്രായം കൂടിയ ആൾ. അദ്ദേഹം 66-ാമത്തെ വയസ്സിലാണ് ആ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചത്. സോ അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയാട്ടി ടൗണിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാണ്, ചക്കിലാട്ടി ടൗണിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാണ്. സോ അങ്ങനെ കൊണ്ട് വിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൗണിലേക്ക് പോകുന്ന സമയത്ത് ബോട്ട് കൃത്യമായിട്ട് കിട്ടും. തിരിച്ച് ടൗണിൽ നിന്ന് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു നാട്ടിലേക്കുള്ള ബോട്ട് വഞ്ചി കിട്ടില്ല. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊണ്ടുപോയ ക്യാൻ എന്ന് പറഞ്ഞ ഓയിലെടുത്ത ക്യാൻ സൈക്കിളിന്റെ രണ്ട് സൈഡിലും കെട്ടി വെച്ചാണ് അദ്ദേഹം ആദ്യം പരീക്ഷണം നടത്തിയത്. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു 4 എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ 4 പ്രോബ്ലത്തിനും സൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 സൊല്യൂഷനും അവർക്ക് നെസസിറ്റി ആയിരുന്നു അല്ലെ. സോ നിങ്ങൾ ഇതേപോലെയുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ നെസസിറ്റി എന്താണോ എന്ന് നോക്കുക. ആ നെസസിറ്റിയുടെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് തിങ്കിങ് പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് പറ്റുവാണെങ്കിൽ ഇതേപോലെ നല്ല നല്ല കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾക്കും കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ ഒരു ജീവിത അനുഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഓക്കെ, സോ ഇറ്റ്സ് ആൻ ആർക്കനറ്റ് അസ്കിങ് ടൂൾ, അടക്ക പൊളിക്കുന്ന ഒരു മെഷീനാണിത്. അപ്പോൾ ഞാനിത് എന്താ പറയുന്നത്, എൻ്റെ ഒരു നെസസിറ്റിയുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തൊരു മെഷീനാണ്. വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഇത് അവൈലബിൾ ആണോ എന്ന് പറയണം. വിസിബിൾ ആണോ? ഹലോ ഹലോ, വിസിബിൾ അല്ല. ഓക്കെ ഓക്കെ, സോറി. So I think it's visible, right?
Now it's visible. Okay. Yeah, it's visible. സോ ഇതാണ് പ്രൊഡക്റ്റ്. ഓക്കെ, സോ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത് എൻ്റെ നെസസിറ്റിയുടെ ഭാഗമായിരുന്നു. കാരണം ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോക്കറ്റ് മണിക്ക് വേണ്ടി ചെയ്തൊരു പണിയാണിത്. അടക്ക പൊളിച്ച് കൊണ്ടു കൊടുക്കുക എന്നുള്ളൊരു പണി. സോ പിന്നെ ഞാൻ ബിടെക് കയറി. ബിടെക് ശേഷം എംടെക് ജോയിൻ ചെയ്തു. എംടെക് ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ സ്പെഷ്യലൈസേഷൻ എന്നുള്ളത് മെഷീൻ ഡിസൈൻ ആയിരുന്നു. സോ ആ മെഷീൻ ഡിസൈൻ ചെയ്ത സമയത്ത്, ഞാൻ എംടെക് പഠിക്കുന്ന സമയത്ത് മെഷീൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണിത്. ഒന്നുമില്ല, എൻ്റെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള അടക്ക പൊളിക്കാൻ വേണ്ടി ചെയ്തൊരു പ്രൊഡക്റ്റ്. സോ ഇന്ന് ഞാൻ ഈ പ്രോഡക്റ്റ് എംടെക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ കഥ ഞാൻ വിശദമായിട്ട് പറയാൻ സമയമില്ല, അല്ലെങ്കിൽ ഞാൻ അത് വിശദമായിട്ട് പറയാമായിരുന്നു. സോ ആ ഒരു പ്രൊഡക്റ്റ് വിറ്റ് ഞാൻ എൻ്റെ പഠിത്തത്തിനുള്ള പൈസ, മോണിറ്ററി ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ലാഭം എടുത്താണ് ഞാൻ പോക്കറ്റ് മണി ചെയ്തുകൊണ്ടിരുന്നത്. ഈ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ കോയമ്പത്തൂർ പോയി ഈ ഡിസൈൻ കൊടുത്ത് ഉണ്ടാക്കിയ പ്രൊഡക്റ്റാണിത്. സോ ആ പ്രൊഡക്റ്റ് ഞാൻ ഇന്നും അധ്യാപകനാണ് അമൽജ്യോതിയിൽ അധ്യാപകനാണ്. എനിക്ക് അവിടെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. അതിൻ്റെ ഒരു പേറ്റന്റ് ഇപ്പോൾ ഞാനാണ് എടുത്തിരിക്കുന്നത്. സോ IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയും. അതിൻ്റെ വിശദാംശം ഞാൻ നാളെ നിങ്ങളോട് പറഞ്ഞുതരാം. സോ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ള കാര്യം ഞാൻ നാളെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് ഇത് വിറ്റ്, എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റേറ്റ്കോ എന്നുള്ളൊരു കമ്പനി ഉണ്ട്. റേറ്റ്കോ എന്നുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ കമ്പനിയാണ്. ആ കമ്പനിയായിട്ട് ഇപ്പോൾ ഒരു ടൈപ്പ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനിയുടെ പേരാണ് ആപ്റ്റിനോ എന്നുള്ള പേര്. സോ ഈ കമ്പനിയും റേറ്റ്കോ ആയിട്ടുള്ളൊരു ടൈപ്പ് വന്നു. സോ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ റേറ്റ്കോ വഴിയും സെല്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾക്കും ഇതേപോലെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാം. ഒന്നുമില്ല, നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മൾ ഡെയിലി അനുഭവിക്കുന്ന 1-2 പ്രോബ്ലംസ്, ഇതേപോലെയുള്ള ചെറിയ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക. ആ പ്രോബ്ലത്തിന്റെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ക്രിട്ടിക്കലായിട്ട് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യുക. സോ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യുക, നല്ല ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുക. കണ്ടുപിടിച്ചുള്ള ബെനിഫിറ്റ് എന്നുള്ള ആസ് എ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സൊസൈറ്റിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. സോ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്കും ഇതേപോലെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ we have a 5 minutes for Q&A section. So if you have any doubt, you can post it in the chat box or you can unmute your mic and you can ask. So thank you.